രാഹുൽ മാങ്കൂട്ടത്തെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടുകൊണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇതിൽ നിന്നുണ്ടാവുന്നതെന്നാണ് സാഹചര്യം. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ 3 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ഈ മാസം 15 വരെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമെന്നതാണ് വാദം. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ടുള്ള രാഹുലിൻ്റെ നീക്കം കോടതി അംഗീകരിച്ചിട്ടില്ല. കാരണം തൻ്റെ വാദം കൂടി കേൾക്കണമെന്ന ആവശ്യമാണ് രാഹുൽ ആദ്യം കോടതിക്ക് മുന്നിൽ വെച്ചത്. ജാമ്യാപേക്ഷ ആദ്യം പരിഗണിക്കണം. പക്ഷേ കോടതിയുടെ തീരുമാനം ഇങ്ങനെയാണ്: 15 വരെ കസ്റ്റഡിയിൽ വിടുന്നു. അതായത് 3 ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവുക. 15-ാം തീയതി വീണ്ടും പോലീസ് സംഘം കോടതിക്ക് മുന്നിൽ രാഹുലിനെ ഹാജരാക്കും. 16-ന് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സമയക്രമം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തൻ്റെ അറസ്റ്റ് ഉണ്ടായത്, മുൻകൂർ അറിയിച്ചില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചെങ്കിൽ കൂടിയും കോടതി ഇത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ SIT ആവശ്യപ്പെട്ടത് 7 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിലും 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നതുപോലെ മൂന്നാമതാണ് ഒരു പരാതി, രാഹുലിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉണ്ടാകുന്നത്. കോട്ടയം സ്വദേശിയായ ഒരു വ്യക്തി അവർ ഉന്നയിച്ച പരാതിയാണ്. ആ പരാതിയാണ് ഇത്ര വലിയ നടപടിയിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയാണ്. ഈ പരാതിയിലാണിപ്പോൾ നടപടി ഉണ്ടാവുന്നത്. ഇനി ഈ പരാതിക്കാരിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. രഹസ്യ മൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് ഇതുവരെയും SIT നടത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഈ പരാതിക്കാരി ഇപ്പോഴും വിദേശത്താണ്. ഒരുപക്ഷെ അവർ നാട്ടിലേക്ക് വന്ന ശേഷം ആ നടപടിക്രമങ്ങളുമായി പോലീസ് പോകാനാണ് സാധ്യത. രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ കോടതി വിധിയിൽ നിന്നും ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം. കാരണം ഈ 3 ദിവസം രാഹുലിന് പൂർണ്ണമായും കസ്റ്റഡിയിലുണ്ടാവും. ഈ കസ്റ്റഡിയിലുള്ള ഈ സമയം രാഹുലിനെ കൊണ്ടുള്ള തെളിവെടുപ്പ്, വിവരശേഖരണം അടക്കമുള്ള അടുത്ത നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഈ പരാതി ഉണ്ടായപ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം, പോലീസ് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തിയത് എന്ന് കൂടി നമുക്കറിയാം. അതായത് ആദ്യഘട്ട വിവരശേഖരണം പോലീസ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ പ്രാഥമികമായ തെളിവ് ശേഖരണം നടത്തിയ ശേഷമാണ് രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വേഗത്തിലുള്ള നടപടിക്രമങ്ങളാണ്. പോലീസ് ആവശ്യപ്പെട്ടത് 7 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിലും 3 ദിവസം മാത്രം അനുവദിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ കസ്റ്റഡിയിലിരുന്ന് തെളിവ് ശേഖരണം അടക്കമുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ SITക്ക് അത്തരം നീക്കം നടത്തേണ്ടി വരും. അതുകൊണ്ട് വേഗത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും രാഹുൽ കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായിട്ടില്ല. അതായത് SIT ആവശ്യപ്രകാരം 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിടുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനപ്പെട്ട തീരുമാനം. വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഇപ്പോൾ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് സാഹചര്യം. മാവേലിക്കര ജയിലിലായിരുന്നു രാഹുൽ. കഴിഞ്ഞ ദിവസം പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ അറസ്റ്റിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ റിമാൻഡ് ചെയ്ത് ജയിലിലായിരുന്നു രാഹുൽ. അതിനുശേഷം ഇന്ന് വൈദ്യപരിശോധന വീണ്ടും പൂർത്തിയാക്കിയാണ് രാഹുലിനെ കോടതിക്ക് മുന്നിൽ എത്തിച്ചത്, തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചത്. ഇതിനിടയിൽ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാവേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാഹുലിൻ്റെ അറസ്റ്റും പിന്നാലെയുള്ള വൈദ്യപരിശോധന സമയത്തെല്ലാം വലിയ പ്രതിഷേധം DYFIയുടെയും ഒപ്പം തന്നെ BJP പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഇന്ന് വൈദ്യപരിശോധനയ്ക്കിടയിലും ചീമുട്ടയേറടക്കമുള്ള കൂകി വിളിച്ചുകൊണ്ട് രാഹുലിനെതിരെ വലിയ നീക്കങ്ങളാണ് ഇന്നും ഉണ്ടായത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കിടെയാണ് രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഇനി 3 ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെത്തി രാഹുലിൻ്റെ തെളിവെടുക്കുക എന്ന വലിയ നടപടിക്രമങ്ങളാണ്